ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പലരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട്. മലയാളത്തിലും അങ്ങനെ പലരും വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അഭിനയം വിട്ട് അവർ ജനപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജനകീയമായിട്ട് അവർ ഇറങ്ങുമ്പോൾ, അത് അവർക്ക് സക്സസ്ഫുള്ളി അത് കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സത്യസന്ധമായിട്ട് തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നുണ്ടോ? മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. നമുക്കിപ്പോൾ മലയാളത്തിൽ ഗണേശേട്ടനാണ് ഒരാളുള്ളത്. അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കേരള കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയിൽ വന്ന ആളാണ്. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് മുന്നണിയിലാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അതൊക്കെ ഒരു എന്താണ്, പടം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു, ഇനി ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് വന്നവരെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമയിൽ വിജയുടെ എൻട്രിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ. കാരണം സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ സേവിക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കണ്ടില്ല. അല്ലാതെ ഒരു തളർച്ച ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി നിലനിൽക്കുക അതല്ല. അപ്പം അതിലൊരു സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് വിജയുടെ ഒരു എൻട്രിയിലേക്ക്. അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ കുറേ പ്രശസ്തിയും പേരും ഉള്ളത് കൊണ്ട് അതൊരിക്കലും പാർട്ടികളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത്ര അടി കൊണ്ട് ലാത്തിച്ചാർജ് നടത്തി വരുന്ന ഒരുപാട് നല്ല കാര്യപ്രാപ്തിയോടുകൂടി രാഷ്ട്രീയത്തിൽ എല്ലാ മുന്നണികളിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത്. വളരെ ചെറുപ്പക്കാരായ ആളുകൾ ധാരാളം.